രചനാമോഷണം അഥവാ പ്ലീജിയറിസം. മറ്റൊരാളുടെ രചനയെ എഴുത്തുകാരൻ്റേതാക്കി അവതരിപ്പിക്കുന്നതാണ് പ്ലേജിയറിസം അഥവാ രചനാമോഷണം. പ്ലേജിയറിസം എന്ന് കേൾക്കുമ്പോൾ വെറുതെ വേറൊരാളുടെ രചനയെ എൻ്റേതാണെന്ന് വ്യാജേന മറ്റൊരു എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് മാത്രമല്ല രചനാമോഷണം. രചനാമോഷണം പല വിധത്തിലുണ്ട്. ഒന്നാമതായിട്ട് ഡയറക്റ്റ് തെഫ്റ്റ് എന്ന് പറയാം. മറ്റൊരാളുടെ എഴുത്തിനെ അതേപടി പകർത്തലാണ് ഡയറക്റ്റ് തെഫ്റ്റ്. അതിനെ ക്ലോൺ പ്ലേജിയറിസം എന്ന് വിളിക്കാം. അതായത് ഒരു വ്യത്യാസവും വരുത്താതെ മറ്റൊരാളുടെ രചന അതേപടി പകർത്തി വയ്ക്കുന്നതിനെയാണ് ക്ലോൺ പ്ലേജിയറിസം എന്ന് പറയുന്നത്. ഒരു ഗവേഷണ പ്രബന്ധം അല്ലെങ്കിൽ ഒരു പേപ്പർ അതേപടി പകർത്തുക, അതും ഗ്രന്ഥകാരൻ്റെ അല്ലെങ്കിൽ പേപ്പർ എഴുതിയ ആളുടെ അനുവാദമില്ലാതെ. ഇതാണ് ക്ലോൺ പ്ലേജിയറിസം. ഇത് ഒരു ഉദാഹരണമായി കാണാം. A student downloads an essay from the internet and submits it as their own for a class assignment. പലപ്പോഴും പലരും ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അസൈൻമെൻറ്റ്സോ സെമിനാറോ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു പേപ്പർ സംഘടിപ്പിക്കുകയും അത് അതേപടി പകർത്തി എഴുതി നൽകുകയും ചെയ്യുന്ന രീതി. ഇതാണ് ക്ലോൺ പ്ലേജിയറിസം. അടുത്തത് കൺട്രോൾ സി പ്ലേജിയറിസം. കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോപ്പി ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ സി. അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നതും. എഴുത്തുകാരന് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയാണിത്. ഒരു മുഴുവൻ പ്രബന്ധം കോപ്പി ചെയ്യുന്നില്ലെങ്കിലും ആവശ്യമായ ഭാഗങ്ങൾ മാത്രം കോപ്പി ചെയ്യുക. ഇതാണ് കൺട്രോൾ സി പ്ലേജിയറിസം. രണ്ടാമത്തേത് ഡിസെപ്റ്റീവ്, അതായത് ഒളിച്ചു കടത്തലുകളാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് പ്ലേജിയറിസം. വേർഡ് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, നമുക്കൊരു വാക്ക് മാറ്റണമെങ്കിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാക്ക് മാത്രം കണ്ടെത്താനാവുകയും അതിന് പകരം നമ്മൾ നിർദ്ദേശിക്കുന്ന വാക്ക് ആ വേർഡ് ഡോക്യുമെൻറ്റിൽ മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് പ്ലേജിയറിസം. അതായത് നമ്മുടെ എഴുത്തിൽ പ്രധാനമായ വാക്കുകൾ മാറ്റി അതിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുക. രചന മൊത്തമായി മാറ്റുന്നില്ല, എന്നാൽ പ്രധാന വാക്കുകൾ മാത്രം മാറ്റുന്ന രീതിയാണിത്. മറ്റ് രണ്ട് രചനാമോഷണങ്ങളാണ് റീമിക്സും മാഷപ്പും. റീമിക്സ് എന്ന് പറഞ്ഞാൽ പാരഫ്രൈസ് ചെയ്യുകയാണ്. പാരഫ്രൈസ് എന്താണെന്നുള്ളത് മറ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പാരഫ്രൈസ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ടൻറ്റ് അതേപടി നിലനിർത്തിക്കൊണ്ട് നമ്മളതിനെ നമ്മുടേതായ വാക്കുകൾ അവതരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് ചെറുതാക്കി അവതരിപ്പിക്കുന്നതാണ് പാരഫ്രൈസ് എന്ന് പറയുന്നത്. അപ്പം പല പല സോഴ്സിൽ നിന്നും പാരഫ്രൈസ് ചെയ്തുകൊണ്ട് അവ ഒന്നിച്ചാക്കി കൃത്യമായ സൈറ്റേഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നതിനെയാണ് റീമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മാഷപ്പ് എന്ന് പറയുന്നത് പല പല സോഴ്സുകളിൽ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് അവ മിക്സ് ചെയ്ത് അവതരിപ്പിക്കുന്നതാണ് മാഷപ്പ്. റീമിക്സിൽ നമ്മൾ പാരഫ്രൈസ് ചെയ്യുമ്പോൾ മാഷപ്പിൽ ചെയ്യുന്നത് അവിടുന്ന് അതേപടി പകർത്തലുകളാണ്. പക്ഷെ പല സോഴ്സിൽ നിന്നായിരിക്കും പകർത്തുന്നത്. ഈ പല സോഴ്സിൽ നിന്നും പകർത്തിയവ മിക്സ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റിൽ അവതരിപ്പിക്കുന്നു, അതും സൈറ്റേഷൻ ഇല്ലാതെ. ഇവിടെ രണ്ടിലും, റീമിക്സിലും മാഷപ്പിലും സൈറ്റേഷൻ ഉണ്ടാവില്ല. പക്ഷെ റീമിക്സിൽ പാരഫ്രൈസ് ചെയ്യുമ്പോൾ മാഷപ്പിൽ കോപ്പി ചെയ്യുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തേതായിട്ട് സ്ട്രക്ചറൽ സെൻസ്, അതായത് എഴുത്തിൻ്റെ ഘടനയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ. 3 ടൈപ്പ് നമുക്കിവിടെ പറയാം. ഹൈബ്രിഡ്, 4.4 എറർ, അഗ്രിഗേറ്റർ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ സങ്കര ഇനമാണ്. അതായത് ഒരാളൊരു പേപ്പർ എഴുതുമ്പോൾ അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പൊലിപ്പിച്ച് കാണിക്കാനായിട്ട് നമ്മൾ സൈറ്റേഷൻ നടത്തുവോ നടത്താതെയോ ഒക്കെ മറ്റുള്ളവരുടെ ആശയങ്ങളെ ആശ്രയിക്കുന്നു. അപ്പം പലപ്പോഴും നമ്മൾ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് പറയുമ്പോഴോ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ ആണ് ഈ തെറ്റ് വരിക. അതായത് സൈറ്റഡും അൺസൈറ്റഡുമായിട്ട് സോഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സങ്കര ഇനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4.4 എററാണ്. 4.4 എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ് പേജ് നൽകുകയാണ്. ഈ വെബ് പേജ് ഞാൻ ഉപയോഗിച്ചിരുന്നു എന്ന് സൈറ്റ് ചെയ്ത് സോഴ്സ് കൊടുക്കുകയാണ്.
പക്ഷെ അത് തിരയുന്ന സമയത്ത് അങ്ങനെ ഒരു വെബ് പേജ് ഉണ്ടാവില്ല. അതായത് ഇതൊരു ഫേക്ക് സൈറ്റേഷനാണ്, ഇല്ലാത്ത ഒരു സാമഗ്രി. അപ്പോൾ ഇല്ലാത്ത സാമഗ്രികളെ കാണിക്കുന്നതാണ് 4.4 എറർ എന്ന് പറയുന്നത്. ഇത് നൽകിയിരിക്കുന്ന ഗവേഷണ പ്രബന്ധത്തിൻ്റെ റെഫറൻസ് പേജിൽ ഒഴികെ മറ്റൊരിടത്തും അങ്ങനെ ഒരു സാമഗ്രിയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാണ് 4.4 എറർ അല്ലെങ്കിൽ ഇല്ലാത്ത സാമഗ്രികൾ എന്ന് പറയുന്നത്. ഇനി അഗ്രിഗേറ്റർ, സഞ്ചയിക എന്ന് പറയാം. അതായത് ഗവേഷണത്തിനായിട്ട് ഉപയോഗിച്ച ഉദ്ധരണികൾക്ക് സൈറ്റേഷൻ നൽകും, പക്ഷേ അത് വ്യാജമായിരിക്കും, കൃത്യമായ സൈറ്റേഷൻ ആയിരിക്കില്ല. അതാണ് സഞ്ചയിക എന്ന് പറയുന്നത്. അതായത് പ്രശസ്തരോ അല്ലെങ്കിൽ അപ്രശസ്തരോ ആയിട്ടുള്ള രചയിതാക്കളെ പ്രബന്ധത്തിൽ പലയിടത്തും ഉദ്ധരിക്കും, പക്ഷേ ആ പ്രബന്ധത്തിലല്ലാതെ മറ്റൊരിടത്തും ആധികാരികത ഉണ്ടായിരിക്കില്ല. അപ്പം ഈ ആധികാരികത ഇല്ലായ്മയാണ് ഇതിൻ്റെ പ്രശ്നം, സഞ്ചയിക അല്ലെങ്കിൽ അഗ്രിഗേറ്റർ. ഇനി അവസാനത്തേതായിട്ട് സെൽഫ് പ്ലേജിയറിസം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് സെൽഫ് പ്ലേജിയറിസം. പക്ഷെ നമുക്ക് എങ്ങനെയാണ് സെൽഫ് പ്ലേജിയറൈസ് ചെയ്യാൻ പറ്റുക? സ്വയം നമുക്ക് എങ്ങനെയാണ് രചനാമോഷണം നടത്താൻ കഴിയുക? നമ്മുടെ സ്വന്തമായ വർക്കല്ലേ, ഇങ്ങനെയായിരിക്കാം നമ്മൾ ചിന്തിക്കുക. പക്ഷെ എന്നാൽ സെൽഫ് പ്ലേജിയറിസം ഉണ്ട്. അതിനെ നമുക്ക് റീസൈക്കിൾ പ്ലേജിയറിസം എന്നും പറയാം. അതായത് അവനവൻ്റെ തന്നെ ഒരു രചനയെ വീണ്ടും ഉപയോഗിക്കുക. നമ്മൾ നമ്മുടേതായ രചനയെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി സൈറ്റേഷൻ നൽകുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പാലിക്കേണ്ടതുമുണ്ട്. അവനവൻ എഴുതിയ അതേ രചന വേറൊരിടത്ത് നൽകുക, കൃത്യമായി സൈറ്റ് ചെയ്യാതെ സ്വന്തം വാക്കുകൾ വേറൊരു പ്രബന്ധ ശരീരത്തിൽ ഉപയോഗിക്കുക, ഇതൊക്കെ സെൽഫ് പ്ലേജിയറിസമാണ്. A student submits the same essay for 2 different courses without informing both professors. ഇത് സെൽഫ് പ്ലേജിയറിസത്തിൻ്റെ ഒരു ഫോമാണ്. അതായത് ഒരേ എസ്സേ അല്ലെങ്കിൽ ഒരേ പേപ്പർ രണ്ടിടങ്ങളിൽ നൽകുക. ഇതിന് മുഴുവൻ പേപ്പറിൻ്റെ മാത്രം കാര്യമല്ല, നമ്മൾ ഒരു പാരഗ്രാഫ് മറ്റൊരിടത്ത് നൽകിയതാണ് എന്ന് കൃത്യമായി പറയാതെ വേറൊരു പേപ്പറിൽ ഉപയോഗിച്ചാൽ അതും സെൽഫ് പ്ലേജിയറിസമാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ ഈ AI ലോകത്ത് ഇത്രയും ഒറിജിനാലിറ്റി എങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും, ഒറിജിനൽ എന്നൊരു കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അവിടെയാണ് നമുക്ക് റിസർച്ച് എത്തിക്സ് വർക്ക് ചെയ്യേണ്ടത്.